തുടർച്ചയായ ഹിറ്റുകൾ കൊണ്ട് 2025 തന്റേത് മാത്രമാക്കിയ മോഹൻലാലിന് 2026ലും അദ്ദേഹത്തിന്റെ ആരാധകർക്ക് നൽകാനുള്ളത് ബ്ലോക്ക് ബസ്റ്ററുകൾ പ്രോമിസ് ചെയ്യുന്ന പ്രൊജക്ടുകളാണ്. ക്ലാസിക് ക്രിമിനലിന്റെ മൂന്നാം വരവ് മുതൽ നീണ്ട നാളുകൾക്ക് ശേഷം കാക്കി അണിഞ്ഞെത്തുന്ന സിനിമകൾ വരെ അക്കൂട്ടത്തിലുണ്ട്. മാസ്റ്റർ ക്ലാസ് ക്രാഫ്റ്റ്മാൻമാരോടൊപ്പമുള്ള റൂമറുകളും കറങ്ങി നടക്കുന്നുണ്ട്. 2026നെ കളറാക്കാൻ എത്തുന്ന മോഹൻലാൽ സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം. ദൃശ്യം 3 തന്നെയാണ് കൂട്ടത്തിലെ കൊമ്പൻ. മുൻപ് 2 തവണ എത്തിയപ്പോഴും മലയാളി ഇരു കൈയും നീട്ടി സ്വീകരിച്ച ജോർജ് കുട്ടിയെയും കുടുംബത്തെയും കാത്തിരിക്കുന്ന പുതിയ വെല്ലുവിളികൾ ഏതൊക്കെയെന്ന ചോദ്യമാണ് ദൃശ്യം 3 കാണാൻ പ്രേരിപ്പിക്കുന്നത്. ഒപ്പം പുത്തൻ ട്വിസ്റ്റുകളും. ഹിന്ദി പതിപ്പ് ആദ്യം പുറത്തിറങ്ങുമെന്ന വാർത്തകൾ കറങ്ങി നടന്നെങ്കിലും ആദ്യം മലയാളം വേർഷൻ എത്തുമെന്നാണ് സംവിധായകൻ ജീത്തു ജോസഫ് അറിയിച്ചത്. ഏപ്രിലാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന പാട്രിയറ്റും 2026ലാണ് പുറത്തിറങ്ങുന്നത്. വിഷു റിലീസായാണ് ചിത്രം എത്തുക. അവർ രണ്ടുപേരും ഒരുമിച്ചാൽ ബ്ലാസ്റ്റ് എന്ന ടീസർ ഡയലോഗിൽ തന്നെ ചിത്രത്തിന്റെ ഹൈപ്പ് ഇരട്ടിയായതാണ്. ഫഹദ്, കുഞ്ചാക്കോ ബോബൻ, നയൻതാര തുടങ്ങിയ താരനിരയും മഹേഷ് നാരായണൻ എന്ന ഡയറക്ടറും സിനിമയ്ക്കായി കാത്തിരിക്കാനുള്ള കാരണമാണ്. തുടരുമിലൂടെ ഫാൻ ബോയ് മൊമെന്റുകൾ നൽകി മലയാളികളെ കോരിത്തെരിപ്പിച്ച തരുൺമൂർത്തി ഇക്കൊല്ലവും ലാലേട്ടനോടൊപ്പം കൈകോർക്കുന്നുണ്ട്. രതീഷ് രവിയുടെ രചനയിൽ ആഷിഖ് ഉസ്മാനാണ് ചിത്രം നിർമ്മിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഒരു പോലീസ് വേഷത്തിൽ മോഹൻലാൽ എത്തുമെന്നത് തന്നെയാണ് L365ന്റെ പ്രത്യേകത. ഹിറ്റ് കോംബോ കൂടിയാകുമ്പോൾ ആ വരവ് വെറുതെയാകില്ലെന്ന് ഉറപ്പിക്കാം. ഓണം റിലീസായെത്തുന്ന പൃഥ്വിരാജ് വൈശാഖ് ചിത്രം ഖലീഫയിൽ അതിഥി വേഷത്തിൽ മോഹൻലാൽ എത്തുന്നുണ്ട്. മാമ്പറക്കൽ അഹമ്മദ് അലിയായി. ആദ്യ ഭാഗത്തിൽ അഹമ്മദ് അലിയുടെ ഇൻട്രോ മാത്രമാണ് ഉണ്ടാവുക. എന്നാൽ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ മോഹൻലാൽ തന്നെയാകും പ്രധാന വേഷത്തിൽ. മോഹൻലാൽ ക്യാമിയോ ചിത്രത്തിന്റെ ഹൈപ്പ് ഇരട്ടിയാക്കിയിട്ടുണ്ട്. വിസ്മയ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമാകുന്ന ജൂഡ് ആന്റണി ചിത്രത്തിലും മോഹൻലാൽ ക്യാമിയോ റോളിൽ എത്തുന്നുണ്ട്. തുടക്കവും ഓണത്തിനാണ് പുറത്തിറങ്ങുക. രജനികാന്ത് നെൽസൺ ചിത്രം ജയിലറിന്റെ രണ്ടാം ഭാഗത്തിലും മോഹൻലാൽ ക്യാമിയോ വേഷത്തിൽ എത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ആദ്യ ഭാഗത്തിലെ മാത്യു അത്രമേൽ അഡ്രിനാലിൻ റഷ് പ്രേക്ഷകർക്ക് നൽകിയതാണ്. ഒരു ലോങ് പീരീഡിന് ശേഷം മോഹൻലാൽ ആരാധകരെ തീർത്തും തൃപ്തിപ്പെടുത്തിയ കഥാപാത്രമായിരുന്നു മാത്യു. അതിനാൽ രണ്ടാം വരവുണ്ടായാൽ വീണ്ടും തിയേറ്ററിൽ ആഘോഷം അണപൊട്ടും. ഇതുകൂടാതെ ദിലീഷ് പോത്തനോടൊപ്പം മോഹൻലാൽ ഒന്നിക്കുന്നുവെന്ന റൂമറുകളും കറങ്ങി നടക്കുന്നുണ്ട്. വൻ മോഹൻലാൽ പ്രൊജക്ടുകളാണ് ഇവയെല്ലാം. ബോക്സ് ഓഫീസിൽ ഏതൊക്കെ റെക്കോർഡുകൾ തീർക്കുമെന്നത് മാത്രമാണ് ഇപ്പോഴത്തെ ചോദ്യം. കോടി ക്ലബ്ബുകളിൽ പുത്തൻ റെക്കോർഡുകൾ തീർക്കാൻ ലാലേട്ടനാകട്ടെ.